അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ പരസ്പരം പോരടിച്ച ഭരണ പ്രതിപക്ഷങ്ങൾ എന്തിന് പ്രകോപിതരാകുന്നുവെന്നാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പരസ്പരം ചോദിച്ചത്. പ്രസംഗത്തിനിടെ ഇടപെട്ട സ്പീക്കറോട് പ്രതിപക്ഷ നേതാവ് കയർത്തതിനും നിയമസഭ സാക്ഷിയായി. ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ചെറിയ തുടങ്ങുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് വല്ലാതെ പൊള്ളുകയാണല്ലോ. എന്തിനാണ് അങ്ങനെ പൊള്ളുന്നത്? നിങ്ങൾക്ക് ഇത്രയും ചെറിയൊരു വാചകം പോലും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്താകുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങ് പ്രസംഗിച്ചപ്പോൾ ഒരു ശബ്ദം കേട്ടപ്പോഴാണ് അങ്ങ് പ്രകോപിതനായത്. അങ്ങ് പ്രസംഗിച്ചപ്പോൾ അടിയന്തര പ്രമേയ വിഷയം സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നമാണെങ്കിലും ക്രമസമാധാനം തകർന്നത് നിയമസഭയിൽ. പലതവണ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പരസ്പരം പോരാടി. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം, സാധാരണക്കാരുടെ ജീവിതം ഈ ഗുണ്ടകളുടെ കടാരത്തുമ്പിലാണ്. സാർ, ഇതിനെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നില്ല. സാർ, പോലീസിൽ അനാവശ്യമായ പൊളിറ്റിക്കൽ പേട്രണേജ് രാഷ്ട്രീയ നേതൃത്വം ഈ ഗുണ്ടകൾക്ക് നൽകി കേരളത്തെ നിങ്ങൾ ഗുണ്ടകളുടെ നാടാക്കി മാറ്റുന്നു. നെന്മാറയിൽ ചെന്താമര എന്ന കൊലയാളി കൊല്ലുമെന്ന് പെൺകുട്ടികൾ കരഞ്ഞു പറഞ്ഞപ്പോൾ പോലീസ് എവിടെയായിരുന്നു എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യം. നെന്മാറയിൽ നടന്നത് പോലീസിന്റെ അനാസ്ഥയാണ്. അനാസ്ഥ. ആരാണെങ്കിലും ഈ കുഞ്ഞുങ്ങൾ വന്ന് പരാതി പറയുമ്പോൾ അതുമ്മേ നടപടിയെടുക്കില്ലേ? കുഞ്ഞുങ്ങൾ വന്ന് ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് പെൺകുട്ടികൾ വന്ന് പറയുമ്പോൾ അതിന് പോലും മനസാക്ഷിയില്ലാത്തവരായി, കരുണയില്ലാത്തവരായി പോലീസ് മാറിയോ? ചില വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പോലീസ് ആകെ പ്രശ്നമാണെന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ മുഖ്യമന്ത്രി പതിവ് പോലെ തള്ളിക്കളഞ്ഞു. ഇതിന്റെ മേലെ പോലീസ് ആകെ വെളിവില്ലാത്തതായി എന്ന് പറഞ്ഞാൽ പോലീസിന് ചാർത്തി കൊടുക്കാൻ പറ്റുന്ന എന്തെല്ലാം ബഹുമതികൾ നമ്മുടെ നാട്ടിലുണ്ട്. സംഭവം തെറ്റായ കാര്യം നടന്നാൽ ആ തെറ്റിനെ തെറ്റായി തന്നെ കാണണം. ആ തെറ്റിനെതിരെ കർക്കശ നടപടിയെടുക്കുക. ഇതാണ് സർക്കാർ ചെയ്തു പോകുന്ന കാര്യം. എന്നാൽ നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന് പിണറായി സമ്മതിച്ചു. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പോലീസിന്റെ ഭാഗത്ത് വന്ന വീഴ്ച എന്ന് പറയുന്നത് ഇത്തരമൊരു പരാതി കിട്ടിയപ്പോൾ ആ പരാതി അതീവ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യണമായിരുന്നു. ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടിയും ഉണ്ടാകും. ഇന്ത്യയിൽ കൈക്കൂലി ആദ്യമായി ഡിജിറ്റലൈസ് ചെയ്തത് കേരള പോലീസ് എന്നായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച എൻ ഷംസുദ്ദീന്റെ പരിഹാസം. തുമ്പ പോലീസ് കൈക്കൂലി വാങ്ങിയത് ഗൂഗിൾ പേയിലൂടെയാണ് സാർ. നമ്മുടെ കേരളത്തിലെ പോലീസ് ഇപ്പോ നിങ്ങൾക്ക് പറയാം, അവകാശപ്പെടാൻ കേരളത്തിൽ കൈക്കൂലി ഡിജിറ്റലൈസ് ചെയ്തത് ഇന്ത്യയിൽ തന്നെ ഞങ്ങളാണ്. അത് വയനാടിനെ നോക്കി പറഞ്ഞതായിരിക്കും എന്നാണ് തോന്നുന്നത്. അവിടെയാണല്ലോ റെസീറ്റ് കൊടുത്തിട്ട് കൈക്കൂലി സമ്പ്രദായം തുടങ്ങിയത്. അതാണോ മനസ്സിലുണ്ടായതെന്ന് അറിയില്ല. അതായിരിക്കും. ഇതിനിടെ വാക്കൌട്ട് പ്രസംഗത്തിനിടെ തുടർച്ചയായി ഇടപെട്ട സ്പീക്കർ എൻ ഷംസീറിനെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. അങ്ങനല്ല, കൺക്ലൂഡ് അങ്ങ് പ്രകോപിതനല്ല, പ്ലീസ് കൺക്ലൂഡ്. അനാവശ്യമായ ഇടപെടലാണ്. അങ്ങ് ചെയറിൽ ഇരുന്നുകൊണ്ട് അങ്ങ് നീതിബോധം കാണിക്കണം. അനാവശ്യമായി ഇടപെടാൻ അനാവശ്യമായി അതല്ല. അങ്ങനെ ചെയ്യില്ലേ. ശരിയായ രീതിയല്ല അങ്ങ് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തിനെതിരെ സ്പീക്കർ ശക്തമായാണ് പ്രതികരിച്ചത്. എന്നെ പ്രസംഗം നിർത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് സന്തോഷമാവാൻ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയൊന്നും സംസാരിക്കരുത്. ഈ രീതിയിലൊന്നും അങ്ങയെപ്പോലെ ഒരു മുതിർന്ന ആൾ സംസാരിക്കുന്നത് ശരിയല്ല. അങ്ങേ നിയമസഭക്കകത്തുള്ള വളരെ സീനിയർ അംഗമാണ്. ചെയറിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.